ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ. ഭൂലോക വൈകുണ്ഠമായ ഗുരുവായൂരിലെ ഏറ്റവും വലിയ പ്രത്യേകത അവിടുത്തെ ചടങ്ങുകളുടെ കൃത്യനിഷ്ഠയാണ്. 1300ഓളം വർഷങ്ങൾക്ക് മുമ്പ് ശങ്കരാചാര്യർ ചിട്ടപ്പെടുത്തിയ പൂജാക്രമങ്ങളാണ് ഇപ്പോഴും അവിടെ അണുവിട തെറ്റാതെ നടത്തുന്നത്. രാജാക്കന്മാരും മനുഷ്യരും തലമുറകളും ഒരുപാട് മാറിയിട്ടും എന്തുകൊണ്ടാണ് ഇവിടുത്തെ ആചാരങ്ങൾ അണുവിട തെറ്റിക്കാതെ പാലിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? അതിനൊരു കാരണമുണ്ട്. ശങ്കരാചാര്യർ ശിവന്റെ അംശാവതാരമാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അദ്ദേഹത്തിന് യോഗബലം കൊണ്ട് ആകാശത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയും. ഒരിക്കൽ അദ്ദേഹം ആകാശമാർഗെ ശൃംഗേരിയിലേക്ക് പോവുകയായിരുന്നു. ഗുരുവായൂരിനു മുകളിലൂടെയായിരുന്നു യാത്ര. അപ്പോൾ താഴെ ഗുരുവായൂരിൽ ശീവേലി നടക്കുകയായിരുന്നു. എന്നാൽ ശൈവ തേജസ്സായ ആചാര്യർ ഭഗവാനെ വണങ്ങാൻ കൂട്ടാക്കിയില്ല. ആചാര്യരുടെ അഹങ്കാരം ഭഗവാന് സഹിച്ചില്ല. അദ്ദേഹം ഒരു മാത്ര നേരത്തേക്ക് ശങ്കരാചാര്യരുടെ യോഗസിദ്ധി ഇല്ലാതാക്കുകയും ആചാര്യർ ഭൂമിയിലേക്ക് വന്ന് വീഴുകയും ചെയ്തു. അതും ഗുരുവായൂർ വടക്കേ നടപ്പന്തലിൽ ഭഗവാന്റെ ശീവേലിക്ക് മുമ്പിലേക്ക് വന്ന് വീണതും ആചാര്യർക്ക് തൻ്റെ തെറ്റ് മനസ്സിലാവുകയും അവിടെ കിടന്നു തന്നെ ഗോവിന്ദാഷ്ടകവും നാരായണ ജപവും നടത്തി ഭഗവാനോട് മാപ്പിരന്നു. പിന്നീട് അദ്ദേഹം അവിടെ ഒരു മണ്ഡലകാലം ഭജനമിരിക്കുകയും ഗുരുവായൂരിലെ പൂജാക്രമങ്ങൾ പരിഷ്കരിക്കുകയും ചെയ്തു. മണ്ഡലം ചിറപ്പും അതിനുള്ളിൽ ഏകാദശിയും വരുന്ന രീതിയിൽ പൂജയും ഉദയാസ്തമന പൂജയുടെ ക്രമങ്ങളും എല്ലാം അദ്ദേഹം ചിട്ടപ്പെടുത്തി. ഇപ്പോഴും ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇതേ പൂജാവിധികൾ തന്നെയാണ് പിന്തുടരുന്നത്. ശങ്കരാചാര്യർ വന്നു വീണ സ്ഥലത്ത്, അതായത് വടക്കേ ശീവേലിപ്പുരയുടെ മുകളിൽ ഒരു ചെറിയ ദ്വാരമിട്ട് ഇപ്പോഴും അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ശങ്കരാചാര്യരുടെ പ്രതിമയും ഇപ്പോൾ ആ ഭാഗത്തുണ്ട്. ഇപ്പോഴും ശീവേലി എഴുന്നള്ളി ഈ ഭാഗത്ത് വരുമ്പോൾ ശങ്കരാചാര്യർ അന്ന് വീണതിൻ്റെ സ്മരണയ്ക്കായി മേളം ഒരു നിമിഷം നിർത്തി ആ ഓർമ്മ പുതുക്കാറുണ്ടത്രേ. ഉത്സവകാലത്ത് ഭഗവാൻ പൊൻപഴുക്ക മണ്ഡപത്തിൽ ദർശനം കൊടുക്കുന്നതും ശങ്കരാചാര്യർ അന്ന് വീണ സ്ഥലത്ത് വെച്ചാണ്. വടക്കേ നടയിൽ വെച്ച് ഭഗവാനെ ദർശിക്കുന്നത് അതീവ പുണ്യമായി കരുതുന്നു. ഗുരുവായൂർ വടക്കേ നട സ്വർഗവാതിലായി കണക്കാക്കപ്പെടുന്നു. കൃഷ്ണനാട്ടം കളി നടക്കുന്നതും വടക്കേ നടയിൽ വെച്ചാണ്. രാവിലെയും വൈകുന്നേരവും നടക്കുന്ന ശീവേലി വടക്കേ നടയിൽ എത്തുമ്പോൾ മിക്ക ഭക്തജനങ്ങളും സാഷ്ടാംഗം വീണ് നമസ്കരിക്കുന്നതും ഇതേ സ്മരണയിൽ തന്നെയാണ്. ഇത് വെറുമൊരു വിശ്വാസമല്ല, ഇത് അഹങ്കാരത്തിൻ്റെ വീഴ്ചയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഭഗവാനെ വടക്കേ നടയിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നത്. എത്ര വലിയ മഹായോഗിയായാലും എത്ര വലിയ ജ്ഞാനിയാണെങ്കിലും ഗുരുവായൂരപ്പൻ വിചാരിച്ചാൽ ഒറ്റ നിമിഷം കൊണ്ട് സകലതും ഇല്ലാതാക്കാനും കഴിയും. ഗുരുവായൂർ ക്ഷേത്രത്തിൽ തൊഴാൻ പോകുമ്പോൾ ഈ ഒരു ചിന്ത എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം. ഗുരുവായൂരപ്പൻ എല്ലാം അറിയുന്നുണ്ട്, കാണുന്നുണ്ട്. ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ.